ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കനിഷ്ക ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ സ്റ്റിക്കർ കളക്ഷൻസ്, കുറച്ച് പാറ്റേൺ പേപ്പേഴ്സിൻ്റെ കളക്ഷൻസിലുമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പാറ്റേൺ പേപ്പേഴ്സ് കളക്ഷൻ. ഇപ്പോഴുള്ളതാണ് സ്റ്റിക്കർ കളക്ഷൻ. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റിക്കർ കളക്ഷൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഞാനെല്ലാം പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം ഗൈസ്. എൻ്റെ ഫേവറേറ്റ് സ്റ്റിക്കർ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഫേവറേറ്റ് സ്റ്റിക്കറാണ് ഞാൻ ആദ്യം എടുത്തത് ഗൈസ്. ഇത് മാർബിൾസ് എന്നാണ്, ക്രിസ്റ്റൽ മാർബിൾസ് എന്ന് പറഞ്ഞൊരു സ്റ്റിക്കേഴ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ ഇത് ഞാൻ അധികം ആർക്കും കൊടുക്കില്ല. അപ്പോൾ അതുണ്ട്. ഇതെൻ്റെ കസിൻ തന്നതാണ്, അത് ഞാൻ ലാസ്റ്റ് വയ്ക്കും. ഇതും എൻ്റെ ഒരു കസിൻ തന്നതാണ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നല്ല ക്യൂട്ടല്ലേ. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഗൈസ്. പിന്നെ പിന്നെ വരുന്നത് കുറച്ച് സ്റ്റാർസാണ്. ഇത് ഞാൻ ഒന്ന് യൂസ് ചെയ്ത് തീരാനായി ഗൈസ്. ഒന്ന് കുറച്ച് എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇതാണ് എൻ്റെ സ്മൈലി സ്റ്റിക്കേഴ്സ്. പിന്നെ ഇത് ഞാൻ വാങ്ങിയ കുറച്ച് 3 സ്റ്റിക്കേഴ്സാണ്. പിന്നെ ഗൈസ്, ഇതെൻ്റെ കസിൻ തന്നതാണ്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു നെയ്ബറാണ് ഗൈസ്. അപ്പോൾ അവൾ തന്നതാണ് ഗൈസ്. ഞാൻ കാണിച്ചു. അപ്പോൾ ഇനി ഞാൻ എൻ്റെ കവായി സ്റ്റിക്കർ കാണിച്ചു തരാം. എനിക്ക് കുറേ കവായി സ്റ്റിക്കർ ഉണ്ട്. അതൊരു പാക്കറ്റ് വാങ്ങിയതാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഇല്ലു ഗൈസ്, അത് ബാക്കിയില്ലത്. അപ്പോൾ ഇത്രയേ ബാക്കിയുള്ളൂ. അടുത്തത് ഞാൻ എൻ്റെ പാറ്റേൺ പേപ്പേഴ്സിൻ്റെ കളക്ഷൻസ്, പാറ്റേൺ പേപ്പേഴ്സ്, ജേർണലിൽ ഉപയോഗിച്ച സംഭവങ്ങൾ, അതൊക്കെ. ഈ സംഭവം തന്നത് ഞാൻ കാണിച്ച സ്റ്റിക്കറിലെ സ്റ്റിക്കർ തന്ന കസിനാണ്. അവൾ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾ എൻ്റെ സ്കൂളിൽ പഠിച്ചതാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് പണ്ട് തൊട്ടേ കളിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം. ഫസ്റ്റിനെ എനിക്ക് എൻ്റെ കസിൻ തന്ന ഒരു ജേർണൽ ബുക്കാണ്. സപുണ രീതി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിലത്തെയാണ്. അവർ തന്നതാണ് ഗായ്സ്. എൻ്റെ കസിനാണ് കേട്ടോ. പിന്നെ അവൾ തന്നത് കുറച്ച് സ്റ്റാമ്പാണ് ഗൈസ്. ഒരു സ്റ്റാമ്പ് പേപ്പറാണ്. ഒരു ഫുൾ സ്റ്റാമ്പ് പേപ്പർ ഗൈസ്. ഇങ്ങനത്തെ കുറച്ച് ഡിസൈൻസ് ഒക്കെ വരച്ചിട്ടുള്ള സ്റ്റാമ്പ് പേപ്പർ. അതിൽ ഹോൾസ് ഇട്ടുള്ള മെഷീനില്ലേ, നമ്മൾ തുണി അടിക്കുന്ന മെഷീൻ കൊണ്ടാണ്. പിന്നെ അവളെ കുറച്ച് പീസസ് ആക്കിയിട്ടുള്ളത് തന്നായിരുന്നു. പിന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അപ്പോൾ പീസസ് ആക്കിയിട്ടുള്ളത് തന്നായിരുന്നു ഗൈസ്. ഇനി അടുത്തത് കുറച്ച് പാറ്റേൺ പേപ്പേഴ്സാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, കസിൻസിൻ്റെ ഒപ്പം പോയപ്പോൾ ഞാൻ ആൽക്കഹോളിക് മാർക്കർ എടുത്തായിരുന്നു. അപ്പം അവരെല്ലാം കൂടിയിരുന്ന് വരച്ചതാണ് ഗൈസ്. അമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്. അടുത്തത് മീൻസ് കുറച്ച് നമ്മളെ വിൻറ്റേജ് ജേർണൽ സംഭവങ്ങളില്ലേ, വിൻറ്റേജ് ജേർണൽ ചെയ്യുന്നത് ആണ് ഗൈസ്. കുറച്ച് വിൻറ്റേജ് ജേർണൽ ചെയ്യുന്ന സംഭവങ്ങളാണ്. പിന്നെ ബേൺ പേപ്പേഴ്സും വരുന്നുണ്ട് ഗൈസ്. ബേൺഡ് പേപ്പേഴ്സ്, കുറേ ബേൺഡ് പേപ്പേഴ്സ് ഉണ്ട്. അത് ബേൺഡ് പേപ്പേഴ്സിൽ പെട്ടതല്ല, കുറേ ബേൺഡ് പേപ്പേഴ്സ് ഉണ്ട്. അത് ഞാൻ ചെയ്തിട്ട് വെറുതെ ബോറടിച്ചപ്പോൾ ബേൺ ചെയ്തതാണ്. ഇത് പിന്നെ ഞാൻ പഴയ ബുക്ക് എടുത്തതാണ്. ഇനി അടുത്തത് ഇത് ഞാൻ പറഞ്ഞില്ല, ആ സ്റ്റിക്കർ എത്തുന്ന കസിൻ തന്നതാണ് ഗൈസ്. ഈ സ്റ്റിക്കറാണ് അവൾ 3ാം ക്ലാസ്സിലായിട്ട് പഠിക്കുന്നു. കസിൻ തന്നതാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇത്. അവളെയും ഇത് ഇഷ്ടമാണ് ഗൈസ്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഇതും അവൾ തന്നതാണ് ഗൈസ്. ടാറ്റാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. ഹോപ്പ് യു ഗൈസ് ലൈക്ക് മൈ വീഡിയോ. പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ് ടാറ്റാ, ബൈ ബൈ. ഉമ്മ ടാറ്റാ.